ഹായ്. അപ്പോൾ ദേ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു കുഞ്ഞു മേക്ക് ഓവറാണ് കേട്ടോ. ഞാൻ പോകുന്ന കോലം കണ്ടല്ല, തിരിച്ചു വരുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്കൊന്ന് കാണാം കേട്ടോ. ഞാനീ പോണത് വേറൊന്നുമല്ല, നമ്മുടെ പറൂര് വെടിമറയിലുള്ള മിറർ ബ്യൂട്ടി പാർലറിലാണ് കേട്ടോ. ഞാൻ ഒരുമിക്ക ഫംഗ്ഷൻസും വരുമ്പോൾ ഇവിടെ വന്നിട്ടാണ് ഒരുങ്ങാറ്. ഇതിനു മുമ്പും ഞാൻ ഈ പാർലറിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഒരുമിക്ക മേക്ക് ഓവറും ഇവിടെ ഉണ്ട് ചെയ്യാറ്. ഇവിടെ വന്ന് വിദ്യനോട് സംസാരിക്കുന്ന ഇടയിലാണ് വിദ്യ ഒരു കാര്യം പറഞ്ഞത്. മാളുവിൻ്റെ മേക്ക് ഓവർ കണ്ട് ഒരുപാട് പേര് ഇവിടെ വരാറുണ്ട്. മാളുവിന് ചെയ്ത മേക്കപ്പ് മതി, മാളു ചെയ്ത ഹെയർ സ്റ്റൈല് മതി എന്നൊക്കെ പറയാറുണ്ട്. ഇത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടാ. ഇതിൽ നിന്ന് മനസ്സിലാക്കാം നിങ്ങൾ ഓരോരുത്തരും എന്നെ എന്തോരം സ്നേഹിക്കണുണ്ടെന്ന്. സത്യം പറഞ്ഞാൽ ഈ മേക്കപ്പിനെ കുറിച്ച് ABCD പോലും എനിക്കറിയത്തില്ല. ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ ഞാൻ വിദ്യനെ വിളിച്ച് പറയും. അതനുസരിച്ച് അവൾ ഡ്രസ്സും എല്ലാ കാര്യങ്ങളും സെലക്ട് ചെയ്ത് തരോട്ടാ. അതുപോലെ തന്നെ മേക്കപ്പിൻ്റെ കാര്യം, ഫംഗ്ഷൻ അനുസരിച്ചിട്ടുള്ള മേക്കപ്പ് അവൾ എനിക്ക് ചെയ്തു തരാറുണ്ട് കേട്ടാ. ഇന്നതേ ഒരു സിമ്പിൾ മേക്കപ്പാട്ടോ ചെയ്യുന്നത്. ഒരു ഷോപ്പിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരുങ്ങണത്. അങ്ങനെ ദേ പറഞ്ഞ നേരം കൊണ്ട് എൻ്റെ ഫേസിലെ ഏകദേശം മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ടാ. ലിപ്സ്റ്റിക്കും കൂടി ഇടാനുണ്ടായിരുന്നുള്ളൂ. ലിപ്സ്റ്റിക് ഇട്ടതിന് ശേഷം ഒന്ന് ടച്ചപ്പും കൂടി ചെയ്തപ്പോഴത്തേക്കും ഫേസിൻ്റെ പണികൾ എല്ലാം കഴിഞ്ഞു. ഇത് കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഹെയർ സെറ്റ് ചെയ്യലായിരുന്നു കേട്ടോ. ഹെയർ സെറ്റ് ചെയ്യുമ്പോൾ ഒരുമിക്കപ്പോഴും അവൾ എന്നെ ചീത്ത പറയാറുണ്ട് കേട്ടോ. അത് വേറൊന്നും കൊണ്ടല്ല, എണ്ണയൊന്നും ഇടാതെ ഷാമ്പു ഇട്ട് വന്നോന്ന് പറഞ്ഞാൽ ഞാനത് കേൾക്കാറില്ല. ഞാൻ പലപ്പോഴും മറന്നുപോയി എണ്ണയൊക്കെ ഇട്ട് കുളിച്ചിട്ടാണ് പോവാറ്. പക്ഷേ ഈ തവണ ഞാൻ ഷാമ്പൂ ഒക്കെ ഇട്ട് നല്ലോണം മുടി പറപ്പിച്ചിട്ടിട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ തവണ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയില്ല. അല്ലെങ്കിൽ അവിടെ ചെന്ന് തലയൊക്കെ വാഷ് ചെയ്തതിന് ശേഷം ഉണ്ടാ പിന്നെ ഹെയർ സെറ്റ് ചെയ്യാറ്. അങ്ങനെ അതെ എൻ്റെ ഹെയറൊക്കെ സെറ്റ് ചെയ്തിട്ടാ. സിമ്പിൾ ലുക്കാണ് ചെയ്തേക്കണത്. മുടി ഒന്ന് സ്ട്രൈറ്റ്നർ വെച്ച് സ്ട്രെയിറ്റ് ചെയ്യാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ദേ സെറ്റിംഗ് സ്പ്രേയും കൂടി അടിച്ച് മുടി അങ്ങ് സെറ്റ് ചെയ്ത് വെച്ചിട്ടാ. അതിനുശേഷം സാരി ഉടുക്കാനായിട്ട് തുടങ്ങിയിട്ടാ. ആ 125 രൂപയുടെ സാരി ഇപ്പം എല്ലാവർക്കും ഓർമ്മ വന്നിട്ടുണ്ടാവില്ല. എന്നെ 125 രൂപയുടെ സാരിയിൽ ദേ ഇത്ര സുന്ദരിയാക്കിയത് ഈ വിദ്യയാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ 2 കളർ സാരി ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ പിങ്കും അതുപോലെ തന്നെ ഗ്രീനും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ വിദ്യ എന്നോട് പറഞ്ഞത് പിങ്ക് കൊടുത്താലായിരിക്കും ഭംഗിയെന്നാണ് കേട്ടോ. സത്യമായിരുന്നു, പിങ്ക് കൊടുത്തപ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു. അങ്ങനെ ദേ സാരിയൊക്കെ ഏകദേശം ഉടുത്ത് കഴിഞ്ഞ് ഈ 125 രൂപയുടെ സാരി ഞാൻ ഉടുത്തിട്ട് എങ്ങനെയുണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ മിറർ ബ്യൂട്ടി പാർലറിൽ ഓണമായിട്ട് ഇപ്പോൾ ഒരുപാട് ഓഫറുകൾ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ മാക്സിമം എല്ലാവരും ഈ ഓഫറുകളൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ ഇനി എൻ്റെ ഫൈനൽ ലുക്ക് കണ്ടല്ലോ, ദേ ഇതാണ് കേട്ടോ എൻ്റെ ഫൈനൽ ലുക്ക്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ പാർലറിൻ്റെ ലൊക്കേഷൻ വരുന്നത് നോർത്ത് പറയിൽ നിന്നും ആലുവക്ക് പോകുന്ന റൂട്ടിൽ വെടിമറ ജ്യൂസി ഷോപ്പിന് എതിർവശം. അപ്പോൾ ഇനി പുതിയ വീഡിയോ ഇട്ട് നാളെ കാണാം. ടാറ്റാ.